ഓക്കെ, ഗുഡ് ഈവനിങ് ടീച്ചേഴ്സ്. നമ്മൾ ഇന്ന് ഡേ 7ലേക്കാണ് കിടക്കുന്നത്. ക്ലാസ് റൂം ഓപ്പൺ ആക്കുകയാണ്. ബാച്ച് 12ന്റെ ഡേ 7. ഡേ 7 നമ്മൾ ഇന്ന് വളരെ എളുപ്പമുള്ള ഒരു മെന്റൽ ടെൻഷനോ ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഗൂഗിളിന്റെ നോട്ട്ബുക്ക് എല്ലാം എന്നാണ് ആ ടൂളിന്റെ പേര്. ഗൂഗിൾ നോട്ട്ബുക്ക് എല്ലാം. ആദ്യമായിട്ട് ക്ലാസ് റൂമിൽ ഞാൻ കുറച്ച് കണ്ടന്റ് ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഒരു ഏറ്റവും താഴെയായിട്ട് ഒരു ചിത്രം, ജെർമിനേഷന്റെ ഒരു ചിത്രം മാത്രമേ വെച്ചിട്ടുള്ളൂ. നമുക്ക് അത് ആ സമയത്ത് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. സെർച്ച് എടുക്കുക, നോട്ട്ബുക്ക് എല്ലാം. അതിന്റെ പേര് നോട്ട്ബുക്ക് എല്ലാം ആയിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച അവരതിന്റെ പേര് മാറ്റി ജെമിനി നോട്ട്ബുക്ക് എന്ന് മാറ്റിയിട്ടുണ്ട്. ജെമിനി നോട്ട്ബുക്ക് എന്നാണ് ഇനി അതിന്റെ പേര്. ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിലോട്ട് അപ്ഡേറ്റ് ചെയ്യാണ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവര് ഇൻസ്റ്റാൾ ചെയ്തോണേ. ജെമിനി നോട്ട്ബുക്ക് എന്നാണ് ആപ്പിന്റെ പേര്. ഈ AI ടൂളുകളുടെ പ്രത്യേകത ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവര് എപ്പോഴും എല്ലാ ആഴ്ചകളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ അപ്ഗ്രേഡ് ചെയ്ത് വരും. അത് നമുക്ക് നല്ലതും കൂടെയാണ്. നമുക്ക് അത്രയും മികച്ച ടെക്നോളജി നമുക്ക് കിട്ടും. ഓക്കെ, എന്റെ ജെമിനി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓപ്പൺ കൊടുക്കുകയാണ്. നമുക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു നോട്ട്ബുക്ക് എല്ലാം എടുക്കാം. ഇതിപ്പോ ഓൾറെഡി എൻ്റെ എൻ്റെ ഇമെയിൽ ID ലോഗിൻ ചെയ്ത് ഞാൻ ചെയ്ത വർക്കുകളൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഞാനൊന്ന് മറ്റൊരു ഇമെയിൽ, ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇമെയിൽ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആദ്യം ഈ ജെമിനി നോട്ട്ബുക്ക് എടുക്കുമ്പോൾ ഇമെയിൽ വെച്ച് നമ്മുടെ ഇമെയിൽ ഡീറ്റെയിൽ ചോദിക്കും. അപ്പൊ ജിമെയിലിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ? നമ്മുടെ നോട്ട്ബുക്കും ഈ നോട്ട്ബുക്കും തമ്മിൽ വ്യത്യാസം എന്താണ്? നമുക്ക് കാണുന്നില്ല. ബാക്കി ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാമോ? ഞാൻ ഷെയർ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഈ ടീച്ചറിന് മാത്രമാണോ? കാണുന്നുണ്ട് കേട്ടോ? ഇവിടെ ഓക്കെയാണ്. ആ ടീച്ചർ ഒന്ന് സൂമിലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് സ്ക്രീൻ മാറ്റി സൂമിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഒന്ന് നോക്കിക്കോണേ. അപ്പൊ ഈ കാണുന്നതാണ് നോട്ട്ബുക്ക്. ഇതിനകത്ത് നമുക്ക് 9 ടൂളോളം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോ ആപ്പിലാണ് നോക്കുന്നത്. ആപ്പിൽ 7 ടൂൾ വരെ ഉണ്ടായിരുന്നു. നമുക്ക് ലേറ്റസ്റ്റ് എത്ര കിട്ടുമെന്ന് നോക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ക്യാമറ, താഴെ ക്യാമറയുടെ ഒരു ചിത്രമുണ്ട്, ക്രിയേറ്റ് ന്യൂ ഉണ്ട്. ഞാൻ ക്രിയേറ്റ് ന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സോഴ്സ് കൊടുക്കുക എന്നുള്ള ഒരു സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഈ സെക്ഷനിൽ നമുക്ക് സോഴ്സ് കൊടുക്കാം. ഞാൻ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്തോട്ടെ. വീഡിയോ റെക്കോർഡിങ്ങിന് കൊടുത്തോ എന്ന് എനിക്കൊരു സംശയമുണ്ടേ. ഒന്ന് നോക്കിക്കോട്ടെ. റെക്കോർഡഡ് ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ കാണുന്ന സെക്ഷനിൽ എന്താണ് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ സോഴ്സ് കൊടുക്കുക. അതായത് ഏതിനെയാണ് നോട്ട്ബുക്ക് ആയിട്ട് നമുക്ക് തരേണ്ടത്. സോഴ്സ് പലതരത്തിലുണ്ട്. പ്രോംപ്റ്റ്, ആദ്യത്തെ സെക്ഷനിൽ പ്രോംപ്റ്റ് ആണ്. പ്രോംപ്റ്റ് കൊടുക്കാം. പിന്നെ PDF ഉണ്ട്, ഓഡിയോ ഉണ്ട്, ഇമേജ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, കോപ്പീഡ് ടെക്സ്റ്റ് ഉണ്ട്. അതായത് ഒരു പാഠഭാഗത്തിന്റെ ടെക്സ്റ്റ് ഒക്കെ പലതരത്തിലുള്ള സോഴ്സുകൾ നമുക്ക് ഇതിന് കൊടുത്തിട്ട്, നോട്ട്ബുക്കിന് കൊടുത്തിട്ട് അത് നമുക്ക് വീഡിയോ ആക്കിയും നമുക്ക് വേണ്ടുന്ന നോട്ട് ആക്കിയും ക്യുസ് ആക്കിയും ഒക്കെ തരുന്ന ഒരു പരിപാടിയാണ്
ഈ നോട്ട്ബുക്കിനകത്ത് വരുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ സോഴ്സ് വേണമല്ലോ. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സോഴ്സ് ഒന്ന് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡേ 7ന്റെ ഏറ്റവും താഴെയായിട്ട് ഇതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ലൈഫ് ഇൻസൈഡ് ദ സീഡ് എന്ന് പറയുന്ന നമ്മുടെ 4ാം ക്ലാസ്സിന്റെയോ 3ാം ക്ലാസ്സിന്റെയോ എന്തോ ആണ്. ഞാൻ അതിനെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. സെൻഡ് ഫയൽ 3 അപ്പൊ ഞാൻ അതിനെ സേവ് ടു ഫയൽ ഉപയോഗിച്ച് ഡൗൺലോഡ് ഫോൾഡർ ചെയ്യാം. ഇന്നലെ സേവ് ടുവിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സേവ് ടു എന്താണെന്നും അതുപയോഗിച്ച് എങ്ങനെ നമ്മുടെ ഫോണിലേക്ക് ഇമേജുകളെ സേവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അല്ലേ? ഇനി തീരെ പറ്റാത്തവർക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിനെ ഉപയോഗിക്കാം. നമുക്കൊരു സോഴ്സ് വേണം, അത്രേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഏതാണ്? ലൈഫ് ഇൻസൈഡ് ദ സീഡ്. അങ്ങനെ ഒരു ടോപ്പിക് എടുത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇമേജും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഇമേജ് ഏതായിരിക്കും? PDF, ഓഡിയോ, ഇമേജ്. മൂന്നാമത് കിടക്കുന്നതാണ് ഇമേജ്. ഇമേജ് എടുക്കുക. ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡൺ കൊടുക്കുക. ഇപ്പൊ എന്താ സംഭവിക്കുന്നേ? മുകളിൽ അൺടൈറ്റിൽഡ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു വന്നു. ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്ത ഇമേജ്, അതിന്റെ പേര് 15529 എന്നാണ്. അത് അറ്റാച്ച് ആയി. താഴോട്ട് വന്നു കഴിഞ്ഞാൽ സോഴ്സ് ഉണ്ട്, ചാറ്റ് ഉണ്ട്, സ്റ്റുഡിയോ ഉണ്ട്. 3 ഓപ്ഷൻ നമുക്കുണ്ട്. സോഴ്സ് എന്ന് വെച്ചാൽ എന്താ? പേര് പറയുന്ന പോലെ തന്നെ സോഴ്സിനകത്ത് നമുക്ക് തയ്യാറാക്കേണ്ട എന്താണോ നോട്ട് എന്താണോ തയ്യാറാക്കേണ്ടത് അതിന്റെ സോഴ്സുകൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇമേജ് ആഡ് ചെയ്യാം, യൂട്യൂബ് വീഡിയോ ആഡ് ചെയ്യാം, ഇനി PDF ആഡ് ചെയ്യാം, ടെക്സ്റ്റ് കോപ്പി ചെയ്ത് തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്യാം. നേരത്തെ കാണിച്ച എല്ലാം നമുക്ക് സോഴ്സിൽ കൊടുക്കാം. ഇനി ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്ത് പറയാം? നമുക്ക് ചാറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ. ചാറ്റ് ഓപ്ഷനിൽ നമുക്ക് അതിന്റെ സാധാരണ നമ്മൾ ചാറ്റ് GPT ചെയ്യുന്ന പോലെ നമുക്ക് ഇത് എനിക്ക് വളരെ ലളിതമാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഞാൻ അറ്റാച്ച് ചെയ്യുന്ന ടോപ്പിക് ലൈഫ് ഇൻസൈഡ് ദ സീഡ് എന്ന് പറയുന്നതാണ് എൻ്റെ ടോപ്പിക്ക്. അതിനെ മാക്സിമം ലളിതമാക്കി തരണം എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോ ഒന്നും നിലവിൽ കൊടുക്കുന്നില്ല. നോക്കൂ, ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കൂ. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പ്രോസസ്സ് നടന്നു. നമ്മുടെ നോട്ട്ബുക്ക് എന്ന് പറയുന്ന AI ടൂള് ഞാൻ കൊടുത്ത ചിത്രത്തിനെ വെച്ച് അനലൈസ് ചെയ്ത് അത് തന്നെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ലൈഫ് ഇൻസൈഡ് ദ സീഡ്, എ ഗൈഡ് ടു ജെർമിനേഷൻ സോഴ്സ്, ദിസ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽ പ്രൊവൈഡ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകൾ പറയുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഓഡിയോ ഓവർവ്യൂ എന്ന് പറയുന്ന ഒരു ബട്ടണും കൂടെ അവർ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ടോപ്പിക്കുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ഓവർവ്യൂ നമുക്ക് ലഭിക്കും. ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം ഇതിന്റെ കൂട്ടുകാർ കുറേ പേര് അപ്പുറത്ത് സ്റ്റുഡിയോ എന്ന് പറയുന്ന 3ാമത്തെ ഓപ്ഷനിൽ കിടപ്പുണ്ട്. നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് പരിചയപ്പെടാം. സ്റ്റുഡിയോ എടുക്കുകയാണെ. സോഴ്സ് ഞാൻ പറഞ്ഞു, ചാറ്റും പറഞ്ഞു, സ്റ്റുഡിയോ പറഞ്ഞു. നോക്കൂ ടീച്ചേഴ്സ്, ഇത്രയേ ഉള്ളൂ. ഒരു ചിത്രം ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു PDF അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന നമുക്ക് ആവശ്യമുള്ള എന്ത് ചെയ്യിക്കണോ അത് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൈ കെട്ടി ഇരുന്നാൽ മതി. നമുക്ക് എല്ലാം ചെയ്തു തരും. ഓക്കെ, നമുക്കപ്പോൾ ഇതിനെ കുറിച്ച് പഠിക്കാം. ഓഡിയോ ഓവർവ്യൂ. നേരത്തെ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞതാണ്. ഓഡിയോ ഓവർവ്യൂ നമ്മൾ കൊടുത്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഓഡിയോ തയ്യാറാക്കി തരും. നമുക്ക് ആദ്യം 1 by 1 ആയിട്ട് പോവാം. ആദ്യം ഓഡിയോ ഓവർവ്യൂ ഓപ്പൺ ആക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഓഡിയോ ഓവർവ്യൂ കൊടുത്തപ്പോൾ യുവർ ഡാറ്റ ഈസ് പ്രൊട്ടക്റ്റഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. പ്രൊട്ടക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇതൊക്കെ പുതുതായിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ എല്ലാം ടിക്ക് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി നോക്കിയേ, ലെങ്ത് പറയുന്നതാണ്. നമ്മൾ ഓഡിയോയുടെ ലെങ്ത് ഷോർട്ട് ഉണ്ട്, മീഡിയം ഉണ്ട്, ലോങ് ഉണ്ട്. നമുക്ക് പഠിക്കാനല്ലേ, നമുക്ക് ഷോർട്ട് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് ചെയ്ത് കിട്ടാം. ഇനി അടുത്ത നോക്കിയേ,
സോഴ്സസ്, ഒരു സോഴ്സേ ഉള്ളൂ. സോഴ്സസിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ കൊടുത്ത ഞാൻ അറ്റാച്ച് ചെയ്ത ഇമേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇവിടെ പ്രോംപ്റ്റ് ഉണ്ട്. പ്രോംപ്റ്റ് നേരത്തെ നമ്മൾ അവിടെ ഒരു പ്രോംപ്റ്റ് കണ്ടില്ല, അതുപോലെ ഇവിടെയും പ്രോംപ്റ്റ് ഉണ്ട്. ഏറ്റവും ലളിതമാക്കി ഞാനൊരു വെറുതെ എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രോംപ്റ്റ് ആണ് കൊടുക്കണേ. ഏറ്റവും ലളിതമായ ഒരു ഓഡിയോ ഓവർവ്യൂ തയ്യാറാക്കി തരിക. ഇനി കഴിഞ്ഞിട്ടില്ല, ഈ അവസാനത്തെ ലാംഗ്വേജിലാണ് മെയിൻ പോയിന്റ്. എനിക്ക് ഇത് ഒത്തിരി ലാംഗ്വേജ് ഉണ്ട്. ഇംഗ്ലീഷ്, തമിഴ്, മലയാളത്തിലാണ് എനിക്കിത് കിട്ടേണ്ടത്. അപ്പൊ മലയാളം എന്ന് പറയുന്നത് ഏറ്റവും താഴെ കിടപ്പുണ്ട്. ഞാൻ എടുത്തത് എങ്ങനെയാ, ലാംഗ്വേജിലെ ഡീഫോൾട്ട് ഇംഗ്ലീഷ് ആണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഏറ്റവും താഴെ പോയി മലയാളം കൊടുത്തു, ജനറേറ്റ് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ആദ്യം ലെങ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക, സോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോഴ്സ് ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് വേറെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോംപ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. ദെൻ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ജനറേറ്റ് കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യത്തെ നമ്മുടെ സഹായി എന്ന് പറയാം, നമ്മുടെ ഫസ്റ്റ് സഹായിയെ ഓഡിയോ ഓവർവ്യൂ കൊടുത്തു. ഇനി രണ്ടാമത് വീഡിയോ ഓവർവ്യൂ ഉണ്ട്, സ്ലൈഡ് ഡെക്ക് ഉണ്ട്, ഫ്ലാഷ് കാർഡ് ഉണ്ട്, ക്വിസ് ഉണ്ട്, ഇൻഫോഗ്രാഫിക് ഉണ്ട്, റിപ്പോർട്ട് ഉണ്ട്. 1 2 3 4 5 6 7 ഉണ്ടായിരുന്നു. ഒരെണ്ണം അവർ കട്ട് ചെയ്തു, കുഴപ്പമില്ല. നമുക്ക് ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഓവർവ്യൂ ഇത് തന്നെയാണ് ബാക്കി എല്ലാത്തിലും. വീഡിയോ ഓവർവ്യൂ ഇതേ പ്രൊസീജിയർ തന്നെ. ഒരെണ്ണം പഠിച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം. വളരെ സിമ്പിൾ ആണേ. വീഡിയോ ഓവർവ്യൂ പറയണേ. ഇതിലുണ്ട് ഷോർട്ട്, സിനിമാറ്റിക്, എക്സ്പ്ലൈനർ. നേരത്തെ 3 കണ്ടതുപോലെ ഷോർട്ട് എന്ന് പറയുന്ന പുതിയൊരു സാധനമാണ് ഷോർട്ട് വീഡിയോ. യൂട്യൂബിന്റെ ഷോർട്ട് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലത്തെ അതേ സൈസിലൊക്കെ വരുന്ന സാധനമാണ്. ഇത് വെച്ചിട്ട് യൂട്യൂബ് ഷോർട്സ് ഒക്കെ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണേ. സിനിമാറ്റിക് എന്ന് പറഞ്ഞാൽ സിനിമാറ്റിക് സ്റ്റൈൽ തയ്യാറാക്കി തരും. എക്സ്പ്ലൈനർ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ തയ്യാറാക്കി തരും. ഞാൻ ഷോർട്ട് കൊടുത്തപ്പോൾ ഹിസ്റ്ററി ലെസൺ, കോർ കോൺസെപ്റ്റ്, കസ്റ്റം ടോപ്പിക് ഒക്കെ കാണിക്കുന്നുണ്ട്. സിനിമാറ്റിക് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇത് ജനറേറ്റ് കൊടുത്താൽ നമുക്ക് വേറെ ഇതിനകത്ത് സിനിമാറ്റിക് സെലക്ട് ചെയ്തപ്പോൾ ലാംഗ്വേജിന്റെ ഓപ്ഷൻ ഒന്നും നമുക്ക് തന്നിട്ടില്ല. എന്നാൽ എക്സ്പ്ലൈനർ സെലക്ട് ചെയ്താൽ അതിനകത്ത് നമുക്ക് ലാംഗ്വേജ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഞാൻ മലയാളം കൊടുക്കുകയാണ്. നോക്കിയേ, ഓഡിയോ ഓവർവ്യൂ മാത്രമേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ. അതേ രീതി ആ മെത്തേഡിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാം. പ്രോംപ്റ്റ് ഒന്നും വലിയ നിർബന്ധമല്ല കൊടുക്കണമെന്നേ. അപ്പൊ നമുക്ക് വീഡിയോ ഓവർവ്യൂ കൊടുത്തു. മൂന്നാമത്തെ ഓപ്ഷൻ സ്ലൈഡ് ഡെക്ക്. സ്ലൈഡ് ഡെക്ക് എന്ന് വെച്ചാൽ എന്താ? സ്ലൈഡ് ഡെക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസന്റേഷൻ, പവർ പോയിന്റ് പ്രസന്റേഷൻ നമ്മൾ പ്രൊജക്ടറിന്റെ ഒക്കെ സഹായത്താലൊക്കെ ചെയ്യത്തില്ലേ, അങ്ങനത്തെ പ്രസന്റേഷൻസ് തയ്യാറാക്കുക. ക്ലാസ്സിൽ കുട്ടികൾക്ക് നമ്മൾ ലാപ്ടോപ്പോ മൊബൈലോ അല്ലെങ്കിൽ പ്രൊജക്ടറിലോ ഒക്കെ നമുക്ക് കാണിക്കുമ്പോൾ സ്ലൈഡ് ഡെക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് നിവർത്തി വെച്ച് ആ പിക്ചർ ഇങ്ങനെ നമുക്ക് സോഴ്സിൽ ആഡ് ചെയ്ത് വിട്ടാൽ മതി. ഇപ്പൊ സ്ലൈഡ് ഡെക്ക് ക്ലിക്ക് ചെയ്യുക, ലാംഗ്വേജ് മലയാളം ആക്കി കൊടുക്കുക. ഏറ്റവും താഴെയാണ് മലയാളം ഇട്ടേക്കണേ. ജനറേറ്റ് കൊടുക്കുക. സ്ലൈഡ് ഡെക്ക് ഞാൻ മലയാളം ഇട്ട് ജനറേറ്റ് കൊടുത്തു. ഫ്ലാഷ് കാർഡ്സ് അറിയാലോ എല്ലാവർക്കും, വായനാ കാർഡുകൾ. അതും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മലയാളം എടുക്കുന്നു, ജനറേറ്റ് കൊടുക്കുന്നു. ക്വിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മലയാളം എടുക്കുന്നു, ജനറേറ്റ് കൊടുക്കുന്നു. ഇൻഫോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പോസ്റ്ററിന്റെ മാതൃകയിൽ ഒരു ഇൻഫർമേഷനെ ഒരു ഗ്രാഫിക്സ് ആക്കി നമുക്ക് നൽകും. നമ്മൾ കൊടുക്കുന്ന ഈ സീഡിന്റെ
ഞാനൊരു ചിത്രമാണല്ലോ കൊടുത്തത്. അതിനെ ആര് അനലൈസ് ചെയ്തു? നോട്ട്ബുക്ക് അനലൈസ് ചെയ്തു. അനലൈസ് ചെയ്ത ആള് അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചിത്രം തരും. അതാണ് ഇൻഫോഗ്രാഫിക്. ഇതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇത് ഞാൻ പ്രോസസ്സ് കൊടുത്തു. റിപ്പോർട്ടും കൂടെ പറഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് താഴോട്ടുള്ള പറയാം. റിപ്പോർട്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രോസസ്സ്. റിപ്പോർട്ട് എന്ന വാക്കിൽ തന്നെ സംഭവം ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൊടുത്ത സബ്ജക്റ്റിനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി തരും. ബ്രീഫിംഗ് റിപ്പോർട്ട് ഡോക്യുമെന്റ് ആയിട്ടും സ്റ്റഡി ഗൈഡ് ആയിട്ടും ബ്ലോഗ് പോസ്റ്റും ആയിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ പുതുതായിട്ട് ഇപ്പൊ ആഡ് ചെയ്തതാണേ. ബ്രീഫിംഗ് ആയിട്ട് ഞാൻ ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി താഴോട്ട് കാണുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതെല്ലാം എന്താണെന്ന് പറയട്ടെ. നമ്മൾ മുകളിൽ ഞാൻ ഈ കൊടുത്തില്ലേ, 1 2 3 4 5 6 7 ടൂളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എനിക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ, അതിന്റെ ബാക്കിൽ പണി നടന്നുകൊണ്ടിരിക്കുക. ഇതില് വിത്ത് മുളയ്ക്കൽ ഫ്ലാഷ് കാർഡ് മാത്രമാണ് വർക്ക് കഴിഞ്ഞത്. ബാക്കി എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റെങ്കിലും പിടിക്കും വീഡിയോ തയ്യാറായി കിട്ടാൻ. ബാക്കിയൊക്കെ പെട്ടെന്ന് കിട്ടും, 5 മിനിറ്റിലൊക്കെ തയ്യാറായി കിട്ടുവേ. നമ്മളിപ്പോ ഇത് ചെയ്തിട്ട് ഒരു ചായ കുടിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കും സംഭവം കഴിയും. നമുക്ക് ആയതൊക്കെ ഒന്ന് 3 ആയിട്ടുണ്ട്. വിത്ത് മുളയ്ക്കലിന്റെ ക്യുസ് ആയി കഴിഞ്ഞു, റിപ്പോർട്ട് ആയി കഴിഞ്ഞു. റിപ്പോർട്ട് എന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ ഐക്കൺ വെച്ചാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ട്, ആ കാർഡ് ഒരു സ്റ്റാറും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് നോക്കൂ, ഇത്രയും ടൂളുകൾ നമുക്ക് എന്തെങ്കിലും മെനക്കേടുണ്ടോ? നമ്മൾ ഇതിന് മുന്നേ പഠിച്ച ടൂളുകൾ വായിച്ചു നോക്കുമ്പോൾ ഒരു മെനക്കേടും ഇല്ല. നോട്ട്ബുക്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാം. മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പകുതി മാത്രമേ ആക്സസ് തന്നിട്ടുള്ളൂ. ബാക്കി AI തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കി അത് തന്നെ തയ്യാറാക്കി നൽകുന്നതാണ്. അല്ലേ? വീഡിയോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? വീഡിയോ തയ്യാറാക്കിയപ്പോൾ നമ്മുടെ കയ്യിലാണ് ഫുൾ കൺട്രോൾ. നമ്മൾ സ്റ്റോറി ഇങ്ങനെ തന്നെ വേണം, ചിത്രം ഇമേജ് നമ്മൾ തയ്യാറാക്കും. നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മൾ അനിമേറ്റ് ചെയ്യും. അല്ലേ? അതിന്റെ ഫുൾ ഒരു 90% കൺട്രോൾ നമ്മുടെ കയ്യിൽ. ഇതിൽ നമുക്കൊരു 30% കൺട്രോൾ ഉള്ളൂ. നമ്മളൊരു സോഴ്സ് കൊടുത്തിട്ട് വീഡിയോ ആക്കി തരൂ എന്നാണ് പറയുന്നത്. കുറച്ച് പ്രോംപ്റ്റ് ഇല്ലാത്തൊക്കെ ഉണ്ട്, എന്നാലും നോട്ട്ബുക്കിൽ തന്നെയാണ് അതിന്റെ ഒരു മെജോറിറ്റി പവർ ഇരിക്കുന്ന അത് തന്നെയാണ്. അത് ഒരു സാധനം ഉണ്ടാക്കി നമുക്ക് തരും. നല്ലതാണോ ചീത്തയാണോ നമുക്ക് ഇനി അനലൈസ് ചെയ്ത് കണ്ടെത്താം. 4 ഉണ്ടായേ. ഇപ്പൊ 4 ഇൻഫോഗ്രാഫിക്സ് ആയി, ക്യുസ് ആയി, ഇതെന്തായിരുന്നു, റിപ്പോർട്ടായി, ഫ്ലാഷ് കാർഡ്. നമുക്ക് താഴെ നിന്ന് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം. അപ്പൊ മുകളിലത്തെ വർക്ക് തീരും. കഥ പറഞ്ഞു വരുമ്പോഴത്തേക്കും മുകളിലത്തെ വർക്കുകളൊക്കെ തീരും. ഫ്ലാഷ് കാർഡ് നോക്കൂ, ഇങ്ങനെയാണ് എനിക്ക് ഫ്ലാഷ് കാർഡ് വന്നിരിക്കുന്നത്. ഈ പരീക്ഷണത്തിൽ പയർ വിത്തുകൾ മുളപ്പിക്കാൻ ഏത് തരം പാത്രമാണ് ഉപയോഗിക്കുന്നത്? ഈ പരീക്ഷണത്തിൽ സി ആൻസർ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സുതാര്യത ഗ്ലാസ്. നമുക്കൊരു 11 ക്വസ്റ്റ്യൻ ഉണ്ട്. 11-ൽ ഒരു 3-4 ക്വസ്റ്റ്യനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. വിത്ത് മുളയ്ക്കുന്നതിലെ മാറ്റങ്ങൾ വ്യക്തമായി കാണുന്നതിന് വിത്തുകൾ എവിടെയാണ് നടേണ്ടത്? കുറച്ച് സില്ലി ചോദ്യങ്ങൾ കാണും, കുറച്ച് നല്ല ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോ ഫ്ലാഷ് കാർഡ് എന്താണെന്ന് മനസ്സിലായി. അതിനെ അനലൈസ് ചെയ്ത് 11 ചോദ്യങ്ങൾ തന്നു, അതിന്റെ ഉത്തരങ്ങളും കൂടെ ഉണ്ട്. അത് കണ്ടെത്തിയ ചോദ്യവും അത് കണ്ടെത്തിയ ഉത്തരവും ഉണ്ട്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിന്റെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെ ആരുടെ സഹായത്താൽ, ഈ ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്ന ഈ സെക്ഷന്റെ സഹായത്താൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ നന്നാവുക. ഈ ഈ ഒരു ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്ന സെക്ഷനെ മലയാളം, ഇംഗ്ലീഷ് അങ്ങനെയൊക്കെയുള്ള അവർക്ക് കൂടുതൽ സ്റ്റോറി ബേസ് ചെയ്തിട്ട് കൂടുതൽ ആക്യുറസി വന്നേക്കാം. ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഫ്ലാഷ് കാർഡ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഒന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റിപ്പോർട്ടിനകത്ത് എന്ത് വെച്ചിട്ടില്ലായിരുന്നു?
ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അത് ഇംഗ്ലീഷ് മാത്രമേ പറ്റുള്ളൂ. ഞാൻ കൊടുത്ത ജെർമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇമേജിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി എനിക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഫ്ലാഷ് കാർഡ് പറഞ്ഞു, റിപ്പോർട്ട് പറഞ്ഞു. മൂന്നാമത്തെ നോക്കാം, ക്യൂസ്. ക്യൂസ് നമുക്ക് 6 ടൂൾ ഉണ്ടെങ്കിൽ 6 നമുക്ക് ഉപയോഗിക്കണമെന്നില്ല. പക്ഷെ 1, 2, 3 ടൂൾസ് നമുക്ക് ഭയങ്കര ഉപകാരം വരാം. നോക്കൂ, ഇത് ക്യൂസ് ആണ്. ക്യൂസിൽ 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. മൊത്തം 10 എണ്ണമാണ്, രണ്ടല്ല 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നോക്ക്, ഒരെണ്ണം നമുക്ക് പരിശോധിച്ച് നോക്കാം. വിത്ത് മുളയ്ക്കുന്ന പരീക്ഷണത്തിനായി സുതാര്യമായ ട്രാൻസ്പെറന്റ് ഗ്ലാസ് ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? സൂര്യപ്രകാശം വിത്തിൽ നേരിട്ട് തട്ടാതിരിക്കാൻ മണൽ ഗ്ലാസിന്റെ ഭംഗി കൂടുതലായതുകൊണ്ട്. മണൽ ഗ്ലാസ് ഈ ഹിന്റും കൂടെ തന്നിട്ടുണ്ട്. ഗ്ലാസ്സിലൂടെ നോക്കിയാൽ എന്ത് കാണാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻ ക്വിസിന്റെ ഉണ്ട്. ചോദ്യമുണ്ട്. ചോദ്യത്തിന്റെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒരു ഹിന്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ലാപ്ടോപ്പിലൊക്കെ ഇട്ട് കുട്ടികളുടെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ഒരു പ്രവർത്തനമാണ് അല്ലേ ക്വിസ്. ഒന്നാമത്തെയായി. രണ്ടാമത്തെ ചോദ്യം, ഈ പരീക്ഷണത്തിൽ വിത്തുകൾ മണലിൽ എവിടെയാണ് നടേണ്ടത്? വിത്ത് പാകിയാൽ ഇപ്പോ നോക്കിക്കൊള്ളുക. ഈ രീതിയിൽ തയ്യാറാക്കാം. നമ്മൾ EVS ആണ് എടുത്തത്. നിങ്ങളുടെ സബ്ജക്റ്റുകളൊക്കെ എടുത്ത് പരീക്ഷണം നടത്തി നോക്കണം. ഏത് ടൂളാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെട്ടത്? 6 എല്ലാ സബ്ജക്റ്റുകാർക്കും പ്രയോജനം വരത്തില്ല. ഓക്കെ, മലയാളംകാർക്ക് ഒന്നായിരിക്കും, ഇംഗ്ലീഷുകാർക്ക് മറ്റൊന്നായിരിക്കും, സയൻസുകാർക്ക് ഒന്നായിരിക്കും. ഇത് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ചിത്രം മാത്രമാണ് കൊടുത്തത്. നമ്മൾ 3 ടൂളുകൾ പരിചയപ്പെട്ടു. ഫ്ലാഷ് കാർഡ് പരിചയപ്പെട്ടു, സീഡിന്റെ ജെർമിനേഷൻ പറയുന്ന റിപ്പോർട്ട് പരിചയപ്പെട്ടു, ക്വിസ് പരിചയപ്പെട്ടു. ക്വിസിനകത്ത് നമുക്ക് 10 ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ. വരട്ടെ. നമുക്ക് ക്വിസ് അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ റൈറ്റും റോങ്ങും സ്കിപ്പ് ചെയ്തൊക്കെ ഇതിനകത്ത് റിസൾട്ടും കാണിക്കും കേട്ടോ. എല്ലാം ഞാൻ ആ 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ അതിന്റെ സ്കോർ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ അതിന്റെ ഓരോന്നിൽ ക്ലിക്ക് ചെയ്താൽ മതി. ശരിയാണോ തെറ്റാന്നുള്ളത് അതിൽ ഇങ്ങനെ കാണിക്കും. ഒരു റൈറ്റും 7 റോങ്ങും 2 സ്കിപ്പ് ചെയ്തതായിട്ട് കാണിക്കും. ഓക്കെ, ക്വിസ് വളരെ പ്രയോജനമുള്ള ഒരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി 3 കഴിഞ്ഞു. ഇനി ഇൻഫോഗ്രാഫിക് ആണേ. വിത്തിനുള്ളിലെ ജീവൻ. നമുക്ക് അത് എങ്ങനെയാണ് ഇൻഫോഗ്രാഫിക്സ് തയ്യാറാക്കി തന്നതെന്ന് നോക്കാം. വിത്തിനുള്ളിലെ ജീവൻ ഒരു പരീക്ഷണം കണ്ടല്ലോ. മനോഹരമായിരിക്കുന്നില്ലേ? ഡൗൺലോഡ് ചെയ്യാൻ മുകളിൽ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, ഷെയർ ഉണ്ട്. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഗാലറിയിലേക്ക് സേവ് ആവും. അത് സേവ് ആയിട്ടുണ്ട്. ഇൻഫോഗ്രാഫിക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. പറയാനും എളുപ്പം, പഠിക്കാനും എളുപ്പം അല്ലേ? എളുപ്പമല്ലേ? നിങ്ങളുടെ കമന്റ് സെക്ഷൻ ഉപയോഗിക്കുക. ഇത് എന്തായിരുന്നു? ഡക്ക്, സ്ലൈഡ് ഡക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു. നമ്മുടെ പ്രസന്റേഷൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ക്ലാസ്സിൽ നമുക്ക് കുട്ടികൾക്ക് ഇത്തരത്തിലെ തയ്യാറാക്കി എടുത്ത് സിമ്പിൾ ആയിട്ട് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ മൈൻഡ് ഒന്നും പോകത്തില്ല. ഇവിടെ തന്നെ കണ്ണ് ഫുള്ളും സ്ക്രീനിലായിരിക്കും. ഇപ്പൊ പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി ഇത്രയാണ് നമ്മൾ
പറഞ്ഞ ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട്, ഞാൻ മറന്നിട്ടില്ല. അതില് നമുക്ക് തയ്യാറാക്കി കിട്ടാനുള്ളത് വീഡിയോ ആണ്. ഏറ്റവും മുകളിൽ വീഡിയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കട്ടെ. ഓഡിയോ കഴിഞ്ഞു. ഓഡിയോ നമുക്ക് കേൾക്കാനുള്ള സെറ്റപ്പ് ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഓഡിയോ ഷെയർ ആണ്, ഓക്കെ ആണ്. ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം. ഓഡിയോ ഞാൻ പ്ലേ ചെയ്യാണേ. പ്ലേ ബട്ടൺ വിത്തിനുള്ളിലെ എന്ന് പറയുന്ന ആ കാണുന്നതിലെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതിന് മുകളിൽ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എല്ലാ ടൂളിലും അവർ ഡൗൺലോഡ് വെച്ചിട്ടില്ല, ചിലതിനെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാപ്ടോപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയിട്ട് അതിൽ ഈ ഗൂഗിൾ നോട്ട്ബുക്ക് ജെമിനി നോട്ട്ബുക്ക് ഓപ്പൺ ആക്കിയിട്ട് അതിനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എങ്കിലും ക്വിസ് പോലുള്ള സാധനങ്ങൾ സ്ക്രീൻഷോട്ടോ ഇമേജോ ഒക്കെ എടുത്ത് വേണം. സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ നമുക്ക് കാണിക്കാം, അതിന് വിഷയമില്ല കേട്ടോ. നോട്ട്ബുക്കിലെ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കി ക്വിസ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റും. അതൊരു ഇഷ്യൂ ഇല്ല. എങ്കിലും ഡൗൺലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളത് ഇമേജ്, വീഡിയോ, ഈ ഇൻഫോഗ്രാഫിക്സ് പോലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇവര് ഡൗൺലോഡിന് ആക്സസ് നൽകിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോയും ആയിട്ടുണ്ട്, വളരെ പെട്ടെന്ന് കിട്ടി. നമുക്ക് ഇനി വീഡിയോയും കൂടെ നോക്കി നമസ്കാരം. നമ്മൾ എന്നും കാണുന്ന എന്നാൽ അധികം ശ്രദ്ധിക്കാൻ ഈ ഓഡിയോ കിട്ടുന്നുണ്ടോ എന്ന് പറയാവോ? ഓഡിയോ കിട്ടുന്നുണ്ടോ? ഇത് കേൾക്കുന്നുണ്ട്, മുന്നേത്തെ ഓഡിയോ കേട്ടില്ല. കേട്ടില്ല. ആ ആ ആ ശരി, അത് നോക്കാം. ഇത് കേട്ടെങ്കിൽ അത് കേൾക്കേണ്ടതാണ്. ഷെയർ ഓഡിയോ ആണ്, നോക്കാം. ഒരു അത്ഭുത ലോകത്തേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതെ, ആ വിത്തുകൾക്കുള്ളിലെ ഓക്കെ ഓക്കെ, രഹസ്യലോകം. നോക്കാം. ഒരു എന്തെങ്കിലും ചെറിയ ലിസ്റ്റ് വിത്ത് കാണും. എങ്ങനെയാണ് മണ്ണിൽ നിന്ന് ജീവൻ വെച്ച് പുറത്തേക്ക് വരുന്നത് എന്ന് നമ്മൾ ഈ ഒരു എക്സ്പ്ലെയിനറിലൂടെ കൃത്യമായി മനസ്സിലാക്കാൻ പോകുകയാണ്. അപ്പൊ തുടങ്ങാല്ലേ? ആദ്യം തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു വിത്ത് മുളച്ചു വരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണയായി വിത്തുകൾ മണ്ണിലിടും, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവിടെ ഒരു ചെറിയ ചെടി നിൽക്കുന്നതും കാണും, അല്ലേ? പക്ഷേ നമ്മളിപ്പോൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്ന ഈ അത്ഭുത പ്രക്രിയയുടെ ഒരു ജീവൻ തുടിക്കുന്ന കാഴ്ചയാണിത്. സ്വന്തമായി ജീവൻ വെച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അത് ലോകത്തെ നോക്കിക്കാണുന്നതുപോലെയുണ്ടല്ലേ? അപ്പോൾ നമുക്ക് നേരിട്ട് ഒരു പരീക്ഷണം ചെയ്താലോ? മണ്ണിനടിയിലെ കാഴ്ചകൾ കാണാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പ്. ഇതാ നോക്കൂ. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ആദ്യം സുതാര്യമായൊരു ഗ്ലാസ് എടുത്ത് അതിൽ കുറച്ച് മണൽ നിറയ്ക്കുക. ഇനി 3-4 പയറുമണികൾ ഗ്ലാസിനോട് ചേർത്ത് അധികം താഴ്ചയിലല്ലാതെ കുഴിച്ചിടാം. എന്നിട്ട് മണൽ കുറച്ചൊന്ന് നനച്ചു കൊടുക്കണം. ഇനി ഇത് കുറച്ചു ദിവസത്തേക്ക് അനക്കാതെ മാറ്റിവെക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം വിത്തുകൾ ഗ്ലാസിനോട് ചേർത്ത് വെക്കണമെന്നതാണ്. ഈ ഒരു സൂത്രം ഉപയോഗിച്ച് ഈ ഗ്ലാസ്സിലേക്ക് വളരെ സൂക്ഷ്മമായി. ഈ ഒരു ചോദ്യം വെറുതെയുള്ളൊരു കാത്തിരിപ്പിനെ വളരെ ആവേശകരമായൊരു കൗണ്ട് ഡൗൺ ആയി മാറ്റുന്നുണ്ടല്ലേ? ഓരോ ദിവസവും എണ്ണി എണ്ണി നമ്മൾ ആ നിമിഷത്തിനായി കാത്തിരിക്കും. പരീക്ഷണം മാത്രം പോരല്ലോ, ഇനി നമ്മുടെ കണ്ടെത്തലുകൾ ഡോക്യുമെന്റ് ചെയ്യണം. നമ്മുടെ സ്വന്തം സയൻസ് ഡയറിയിലേക്ക് കടക്കാം. നമ്മുടെ ഈ കണ്ടെത്തലുകൾ വെറുതെ വിട്ടാൽ പോരാ. വിത്ത് മുളയ്ക്കുന്നത് നിരീക്ഷിക്കുക, കണ്ട കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുക, എന്നിട്ട് അവ കൃത്യമായി നിങ്ങളുടെ പരിസ്ഥിതി പഠന ഡയറിയിൽ എഴുതി സൂക്ഷിക്കുക. ടീച്ചേഴ്സ്, നമ്മളെ 6 ടൂളുകൾ നമ്മൾ പരിചയപ്പെട്ടു. വളരെ എളുപ്പമാണെന്നുള്ള കാര്യം നിങ്ങൾ ആരും തർക്കം കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോഴ്സ് കൊടുക്കുക, ചാറ്റിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കുക. ഇനിയും നമുക്ക് ഒരു തവണ തയ്യാറാക്കി കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിടണ്ട. ഇനിയും നിർദ്ദേശങ്ങൾ കൊടുത്ത് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ളതിനോട് പറയാം. ഓഡിയോ ഓവർവ്യൂവിനകത്ത് എന്തെങ്കിലും കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നുള്ളതുണ്ടെങ്കിൽ ആ പ്രോംപ്റ്റ് ഏരിയയിൽ പറഞ്ഞു കൊടുക്കാം. ലാംഗ്വേജ്, നമുക്ക് ആവശ്യമുള്ള ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം.
മലയാളം, തമിഴ്, ഹിന്ദി, അങ്ങനെ കുറച്ച് ഭാഷകൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ലാംഗ്വേജും അതിനകത്തുണ്ട്. പോഡ്കാസ്റ്റ് മാതൃകയിലാണ് അവർ ചെയ്യിക്കുന്നത്. പോഡ്കാസ്റ്റ് അറിയാലോ, ഒന്ന് രണ്ടുപേര് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആ രീതിയിലാണ് അവർ തയ്യാറാക്കി തരുന്നത്. വളരെ പ്രയോജനമുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ഒരു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇപ്പൊ ചോദിക്കായിരുന്നു, എങ്കിൽ അടുത്ത പറയാം അത് കഴിഞ്ഞിട്ട്. ആരെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു അടുത്ത സാധ്യതയെ കുറിച്ച് പിന്നീട് പറയാം. 4 മെസ്സേജ് ഉണ്ട്. കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. അതെ, കാണാം. ആ, എനിക്ക് തോന്നുന്നു ഓഡിയോ സെക്ഷനിലാണ് ഈ കേൾക്കുന്നില്ല പ്രശ്നം വന്നത്. വീഡിയോയിൽ കേട്ടല്ലോ, ഓഡിയോയിൽ എന്താണോ പറ്റിയെന്ന് അറിയത്തില്ല. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ടീച്ചേഴ്സ്, നമ്മൾ ഇപ്പൊ പറഞ്ഞ നോട്ട്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട? എളുപ്പമല്ലേ? മറ്റു വിഷയങ്ങളിൽ സാർ ഇതിന്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? നോക്കാം, നമുക്ക് മറ്റൊരു വിഷയം കൂടെ നമുക്ക് എടുക്കാം. നമ്മുടെ രാത്രി മഴ എന്ന കവിത എന്നെടുത്ത് കൊടുത്തു നോക്കാം. നിങ്ങള് എന്നോട് ക്ഷമിച്ചെന്നോ? എന്നോട് ക്ഷമിക്കാൻ താനൊക്കെ ആരാടോ? ചുമ്മാതെ കേണും ചിരിച്ചും ഞാൻ ഈ ഒരു വ്യത്യസ്തമായ രീതിയിലൊന്ന് നോക്കുകയാണേ. നമ്മുടെ ഈ രാത്രി മഴയുടെ ഒരു അവതരണം, യൂട്യൂബിലെ അവതരണം ഞാനൊന്ന് എടുക്കുകയാണ്. ഷെയർ ഷെയർ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടല്ലോ, അതിനകത്ത് മറ്റേ ലൈക്ക് ഡിസ്ലൈക്ക് കഴിഞ്ഞിട്ട് ഒരു ഷെയർ ബട്ടൺ കാണാമെന്ന് തോന്നും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ലിങ്ക് എടുക്കാൻ പറ്റും. ഇതിന്റെ ലിങ്ക് അപ്പൊ രാത്രി മഴ എന്ന് കാണുന്നതിന്റെ നേരെ ഒരു 2 പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ കോപ്പി ആവും. അപ്പൊ ആദ്യമായിട്ട് ഇതിന്റെ കോപ്പി എടുക്കുക. ഈ കൂടുതലായിട്ട് വേണമെങ്കിൽ രാത്രി മഴയുടെ ഇമേജുകളോ PDF ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ നോട്ട്ബുക്കിന്റെ അടുത്തേക്ക് പോവുകയാണ്. നോട്ട്ബുക്ക് കണ്ടുപിടി. ആ, അപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് ആയിട്ട് എടുക്കണമെന്ന് തന്നെ ഉദ്ദേശിക്കുന്ന ക്രിയേറ്റ് ന്യൂ താഴെയുണ്ട്. ഞാൻ മുന്നേ ചെയ്തത് ലൈവ് ഇൻസൈഡ് സീഡ് അവിടെ കിടപ്പുണ്ട്. ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. യൂട്യൂബ് പറയുന്ന വീഡിയോ എടുത്തു. URL പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, പേസ്റ്റ് കൊടുത്തു, ആഡ് കൊടുത്തു. അപ്പൊ സോഴ്സിനകത്ത് അത് പ്രോസസ്സ് നടക്കുകയാണ്. എന്തൊക്കെയാ ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ കൊടുത്ത ദിസ് മീഡിയ സോഴ്സ് പ്രസൻസ് സ്റ്റേഷൻ ഓഫ് ഫേമസ് പോയം രാത്രി മഴ.
ഓക്കെ, അത് കറക്റ്റായിട്ട് അത് അനലൈസ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡിയോ ബട്ടൺ എടുക്കുക, ഓഡിയോ ഓവർവ്യൂ എടുക്കുക, മലയാളം കൊടുക്കുക, പ്രോംപ്റ്റിന്റെ അവിടെ കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി പറയുക എന്നൊരു പ്രോംപ്റ്റ് ഞാൻ കൊടുക്കുകയാണ്. ജനറേറ്റ് കൊടുത്തു. ഓഡിയോ ഓവർവ്യൂവിനകത്താണ് ഞാൻ കൊടുത്തത്. ഇതിന്റെ എന്തൊക്കെ സാധ്യത നമുക്ക് ഈ താക്കുന്നതില് ക്വിസിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, സ്ലൈഡ് ഡെക്കിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ ഒരു വായനാ കാർഡ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. മലയാളത്തിലൊരു വായനാ കാർഡ് കിട്ടുമെങ്കിൽ നോക്കാം. കവിതയുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയാണ് നമ്മൾ പരീക്ഷണം നടത്തിയാണ് കൂടുതൽ മെച്ചപ്പെടുന്നത്. ഇൻഫോഗ്രാഫിക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം തയ്യാറാക്കി തരുമെന്ന് നോക്കട്ടെ. ഇതിനകത്ത് ഇൻഫോഗ്രാഫിക്സിൽ ഒരു കാര്യം പറയാൻ പറ്റും. ഇതുപോലത്തെ കുറെ രസമുള്ള ഇൻഫോഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ. ഇപ്പോ ഓട്ടോ ആണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത് ക്ലേ കൊടുത്തു കഴിഞ്ഞാൽ ക്ലേയുടെ രീതിയിലുള്ള ചിത്രം തയ്യാറാക്കി തരും. ക്ലേ മോഡലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നില്ലേ, അതുപോലത്തെ ഇൻഫോഗ്രാഫിക്സ് തയ്യാറാക്കി തരും. അപ്പൊ ഞാൻ 3 എണ്ണമാണ്, ഈ 6 എണ്ണം ഉള്ളതിൽ 3 എണ്ണം കൊടുത്തു. വീഡിയോ ഒത്തിരി സമയം പിടിക്കും. വേണമെങ്കിൽ ഒന്ന് കൊടുത്തേക്കാം, നമുക്ക് സമയമുണ്ടല്ലോ, 8:30 ആയിട്ടുള്ളൂ. എക്സ്പ്ലെയിനർ എടുത്തിട്ട് മലയാളം സെലക്ട് ചെയ്ത്, ഇപ്പൊ എന്റെ സോഴ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നേരത്തെ ആ ഇൻഫോഗ്രാഫിക്സ് കൊടുത്തതുപോലെ അനിമി സ്റ്റൈലൊക്കെ ഒരുപാട് സ്റ്റൈലുകളുണ്ട്. ലളിതമായി എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോ ഫ്ലാഷ് കാർഡാണ് ആയത്. ഫ്ലാഷ് കാർഡ് നോക്കാം. പ്രയോജനം, വെരി ഗുഡ്. രാത്രിമഴ എന്ന കവിതയുടെ കർത്താവ് ആരാണ്? യെസ്, സൂപ്പർ. കവിതയുടെ തുടക്കത്തിൽ രാത്രിമഴ എവിടെ ഇരുന്നാണ് കരയുന്നത്? സി ആൻസർ, ഇരുളിൽ. 60 ചോദ്യം, 60-ന് എന്തായിരുന്നാലും ഒരു 20 എണ്ണം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പാഠഭാഗത്തുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം ചെയ്താൽ ആവശ്യമുള്ള അത്രയും നമുക്ക് എങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഒരു ടെക്സ്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചർ തലേ ദിവസം നോട്ട് തയ്യാറാക്കുകയാണ്, അല്ല ടീച്ചിങ് മെറ്റീരിയൽ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ നമുക്ക് ഈ നോട്ട്ബുക്ക് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം? ആ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് ടെക്സ്റ്റിന്റെ ഫോട്ടോ എടുക്കുക, സോഴ്സിനകത്ത് കയറിയിട്ട് ഫോട്ടോ എടുക്കുക. ഇതാണ് ക്യാമറ ഓൺ ആക്കി തരാം. വൈൽ യൂസിങ് ദിസ് ആപ്പ് ഓൺലി ദിസ് ടൈം, വൈൽ യൂസിങ് ദിസ് ടൈം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ആഡ് ആവും. ക്യാമറ കണ്ടല്ലോ, ക്യാമറയിൽ ക്ലിക്ക് ചെയ്തു. ആ ഇമേജ് ഞാൻ രാത്രിമഴ എന്ന യൂട്യൂബ് വീഡിയോയുടെ മുകളിലായിട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു മോഡലിന് വേണ്ടി പറഞ്ഞു തന്നാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇമേജ് അവിടെ വന്നു, കണ്ടല്ലോ. ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 1, 2, 3 പേജ് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നീട് വീണ്ടും സ്റ്റുഡിയോയിൽ വന്ന് നമുക്ക് ഓഡിയോ വേണോ, വീഡിയോ വേണോ, സ്ലൈഡ് ഡെക്ക് വേണോ, ഫ്ലാഷ് കാർഡ് വേണോ, എന്ത് വേണം എന്നുള്ളത് നമ്മൾ അറിയുക. അപ്പൊ ഇത് ഉപയോഗിക്കണമെങ്കിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം? നന്നായിട്ട് ഹോംവർക്ക് ചെയ്യണം, നന്നായിട്ട് വർക്ക് ചെയ്യണം. ഇതിനകത്ത് പരീക്ഷണങ്ങൾ ഒത്തിരി ചെയ്ത് നോക്കണം. പലതരത്തിലുള്ള ഈ സോഴ്സസുകൾ ആഡ് ചെയ്ത് കൊടുത്ത് അതിനകത്ത് ഒരെണ്ണത്തിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ കൂടുതൽ സോഴ്സുകൾ കൂട്ടിക്കൊണ്ടിരിക്കുക. സോഴ്സിൽ പോയിട്ട് കൂടുതൽ സോഴ്സ് കൂട്ടുക, വേണ്ടാത്തത് ഒഴിവാക്കുക ഒക്കെ ചെയ്യാം.
അപ്പോൾ ഫ്ലാഷ് കാർഡായി ഇൻഫോഗ്രാഫിക്സ് നോക്കിയില്ല, നോക്കാം. ക്ലേ കൊണ്ടുള്ള ഒരു ഞാൻ ഇംഗ്ലീഷ് കൊടുത്തില്ല എന്ന് തോന്നുന്നു, മലയാളം കൊടുത്തില്ല, അതാണ് ഇങ്ങനെ വന്നത്. രണ്ടെണ്ണം പ്രോസസ്സ് നടക്കുന്നതല്ലേ, ഓഡിയോയും വീഡിയോയും, അത് നടക്കട്ടെ. ഇനി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മറ്റൊരു പ്രോസസ്സ് പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കണമെന്ന് വിചാരിച്ചാ, ടീച്ചേഴ്സ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണോ താല്പര്യപ്പെടേണ്ടവരാണല്ലോ. ഏതെങ്കിലും ഒരു ടോപ്പിക് പറയാം, ഹെൽത്ത് റിലേറ്റ് ചെയ്ത. ഹെൽത്ത് ഇൻഷുറൻസാ, ഹെൽത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ. ഒരു ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമല്ലോ. ഭാരം കുറയ്ക്കാൻ നീ എന്തെളുപ്പം. ഭാരം കൂട്ടാനുള്ള വഴി നോക്കുമ്പോഴാണ് ഭാരം കുറവ്. 7 ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ഫോർ ഗട്ട് ഹെൽത്ത്. ഓക്കെ, ഈ കോൺഫിഡൻസ് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇവിടെ ഷൂട്ട് ചെയ്യല്ലേ? എന്താണ് ചിരിക്കുന്നത്? എന്താണ്? सुबह उठते ही सबसे बड़ा क्वेश्चन होता है नाश्ते में क्या खाएं, और यही सारी कंफ्यूजन शुरू ഇപ്പോ हर ഹിന്ദി दूसरा ആണെങ്കിലും क्वेश्चन കുഴപ്പമില്ല, मेरे നമുക്ക് क्लिनिक എടുക്കാം. में गैस, ब्लोटिंग, ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് हैवीनेस या एसिडिटी ബന്ധപ്പെട്ടാണ്. प्रॉब्लम की वजह से ഹിന്ദിയാണ്. ക്രിയേറ്റ് ന്യൂ എടുത്തു, നേരത്തെ കൊടുത്താണ് യൂട്യൂബ്. പേസ്റ്റ് കൊടുത്തു, ആഡ് കൊടുത്തു, സ്റ്റുഡിയോയില് നിങ്ങൾക്ക് വീഡിയോ ഓവർവ്യൂവില് എക്സ്പ്ലെയിനറിൽ കൊടുക്കാത്ത ഒരെണ്ണം കൊടുക്കാം. അപ്പോൾ ഒരേ സമയം നമ്മൾ 3 ചെയ്തു. അറിയായിരിക്കുമല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇത് ആദ്യം ചെയ്ത ഏതാണ്, രണ്ടാമത് ചെയ്ത, മൂന്നാമത്. രണ്ടാമത് ചെയ്തവർ നമുക്കൊന്ന് ഓപ്പൺ ആക്കി, വീഡിയോ പ്രോസസ് ആയിരുന്നു, കംപ്ലീറ്റ് ആയോ? ഇല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അതാകുമ്പോ നമുക്ക് കാണാം. ഇനി നമുക്ക് സംശയങ്ങൾ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതിനെ ചർച്ച ചെയ്യാം. ഇതിനിടയിൽ മറ്റും കൂടെ വരികയാണെങ്കിൽ അത് കൂടെ നോക്കാം. ടീച്ചേഴ്സ് എന്ത് പറയുന്നു നമ്മുടെ നോട്ട്ബുക്കിനെ കുറിച്ച്? ജെമിനി നോട്ട്ബുക്ക്. നമ്മൾ സയൻസും മലയാളവും നോക്കി, 2 വ്യത്യസ്ത സബ്ജക്റ്റ്. സംശയങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, ഇത് ഇന്നത്തെ ക്ലാസ്സിൽ സംശയം വരാറില്ല. ചെയ്ത് നോക്കുകയാണോ? ഈ ഓഡിയോ കേൾക്കുന്നുണ്ടോ എന്നൊന്ന് പറയുന്നത്. ഇല്ല. ഈ ഓഡിയോ കേട്ടോ? ഇല്ല ഇല്ല. അവിടെയാണ് പ്രശ്നം. കേൾക്കുന്നുണ്ടോ? ഇല്ല. കേൾക്കുന്നുണ്ടോ സാർ? ഇല്ല ഇല്ല. അയ്യോ, ഈ ഒരു സാധനം മാത്രമേ എനിക്ക് അറിയാവൂ. ഈ ഒരു സാധനം മാത്രമാണ് സൂമുകാർ തന്നിട്ടുള്ളൂ. പിടികിട്ടുന്നില്ല. ഇനി എന്തെങ്കിലും നോക്കാം, പിന്നീട് ചോദിക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ സെക്ഷനിലേക്ക് വരാം. സംശയങ്ങൾ
ഇതിനകത്ത് അറിയേണ്ടത് ഇതാണ്, സോഴ്സ് നമ്മൾ കൊടുക്കാൻ അറിയണം. ചാറ്റ് എന്ന് പറയുന്ന സെക്ഷൻ, ചാറ്റിനകത്ത് ഈ ഇത് അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഞാൻ കൊടുത്ത സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ആദ്യം ഒരു കാര്യം അനലൈസ് ചെയ്യും. അതുമായിട്ട് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ അത് അനലൈസ് ചെയ്ത കാര്യം ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ചാറ്റ് സെക്ഷനിൽ വരണം. ഓക്കെ, സാധാരണഗതിയിൽ കൂടുതൽ ചാറ്റിനകത്ത് നമുക്ക് വരേണ്ടതില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു റിസൾട്ട് ആദ്യം നോക്കും. ഇവർ തയ്യാറാക്കി തരുന്ന റിസൾട്ട് നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സോഴ്സിൽ പോയി കൂടുതൽ കണ്ടന്റ് ആഡ് ചെയ്യും. എന്നിട്ട് ഇതിന്റെ പ്രോംപ്റ്റ് ഏരിയ ഉണ്ടല്ലോ, അതിന്റെ പ്രോംപ്റ്റ് ഏരിയയിൽ നമ്മൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രോംപ്റ്റ് കൊടുക്കാം. ഇന്ന വിഷയത്തിൽ ഫോക്കസ് ചെയ്ത് കൊടുക്കാം, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ആരോ മൈക്ക് എടുത്തൊന്ന് പറയാവോ, എന്തായിരുന്നു? ഓക്കെ, അപ്പോ ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നാളെ നമുക്കൊരു സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട്. മഹാബലിയുടെ വീഡിയോ ഒക്കെ പലരും കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പേരൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും, കുറെ പേര് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നാളെ ഒരു സ്പെഷ്യൽ ക്ലാസ് വെക്കുകയാണ്. സെയിം 8 മണിയാണ്. ഇപ്പൊ മഹാബലിയെ കൊണ്ട് നമ്മള് വിളംബരം പോലെ ഈ ഓണം സെലിബ്രേഷൻ ചെയ്യാനാണ്. കഴിവൊന്ന് എല്ലാവരും പങ്കെടുക്കണം. കാരണം ഈ ഒരു ടെക്നിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലാസ് റൂമിൽ പിള്ളേർക്ക് തയ്യാറായി കൊടുക്കാം. AI ക്യാരക്ടറോ റിയലിസ്റ്റിക് ക്യാരക്ടറോ, ഒരാൾ സംസാരിക്കുന്ന, അങ്ങനെ പലതും ഒരുപാട് സാധ്യതകൾ ഇതിനകത്ത് ഉള്ളതാണ്. ഈ മഹാബലിയുടെ ഒരു ചലഞ്ച് പോലെ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മുടെ ഈ ഡേ 4, 5, 6 പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു AI സോഫ്റ്റ്വെയറിന് നമ്മൾ ഇമേജ് കൊടുക്കും. ഇമേജ് കൊടുത്തിട്ട് അതിനെ വീഡിയോ അനിമേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിച്ചത്. അത് തന്നെയാണ് നാളത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. പല രീതിയിൽ കാണുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. ഇത് കണ്ട് ഒരുപാട് ടീച്ചേഴ്സ് ക്ലാസ് റൂമിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം. നാളത്തെ ക്ലാസ്സിൽ വരിക. ലിങ്ക് പതിവ് പോലെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്ന് സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പിരിയാം. ടീച്ചേഴ്സ്, ആശ ടീച്ചർ, ഹാന ടീച്ചർ, ലാൽ സാർ. ഇല്ല, ഇന്ന് സംശയമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് പഠിക്കാം. പക്ഷെ വിട്ടുകളയരുത്. ഇന്നത്തെ വീഡിയോ സിനിമ കാണുന്ന പോലെ കണ്ട് കളയരുത്. ഇതിൽ പരീക്ഷണം ഒരുപാട് ചെയ്ത് നോക്കുക. എങ്കിലേ ഇതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിൽ പ്രയോജനം കിട്ടുള്ളൂ. ഒത്തിരി വർക്കുകൾ നമ്മൾ ചെയ്ത് നോക്കണം, പരീക്ഷണം ഒരുപാട് ചെയ്ത് നോക്കണം. എങ്കിലേ നമുക്ക് എങ്ങനെ, നിങ്ങളെല്ലാവരും 15 പേരുണ്ടെങ്കിൽ 15 സബ്ജക്റ്റ് ആയിരിക്കാം പഠിപ്പിക്കുന്നത്, അല്ലേ? അപ്പൊ ഞാനീ കാണിച്ചത് നിങ്ങൾക്ക് പ്രയോജനം വരണമെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന വിഷയത്തിൽ എടുത്തു വെച്ച് അതിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കി അതിൽ ഡെവലപ്പ് ചെയ്ത് വരണം. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നല്ല റിസൾട്ട് ഗ്രൂപ്പിലും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ മറ്റുള്ളവർക്കും കൂടെ അറിവ് പങ്കിടാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോ എത്രയും വേഗം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത വ്യാഴാഴ്ച കാണാം. നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അതിൽ പങ്കെടുക്കാൻ കഴിയുന്നത് പങ്കെടുക്കുക. വ്യാഴാഴ്ചത്തെ നമ്മളെ ഡേ 8 വ്യാഴാഴ്ച ഉണ്ടാവും. ഗുഡ് നൈറ്റ്.